കണ്ടോ, അവ്വല് വക്കത്തിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം അള്ളാഹിന്റെ ഹളറത്തിലെത്തിയിട്ട് നമുക്ക് വേണ്ടി ദ്വാരക്കും. നിസ്കരിച്ചവന് വേണ്ടി എന്താ ദ്വാരക്ക? ഹഫിളക്കല്ലാഹു കമാ ഹഫിളതനി, നിസ്കാരമാകുന്ന എന്നെ കാത്തു സംരക്ഷിച്ചതുപോലെ അള്ളാഹു നിനക്കും പരിപൂർണമായ സംരക്ഷണം നൽകട്ടെ എന്ന് ദ്വാരക്കും. അതിനേക്കാൾ വലുതെന്താ? അതിന് ആമീൻ പറയുന്നതാരാ? അള്ളാഹുവിനെ അർശിനെ വലയം ചെയ്യുന്ന മലക്കുകൾ. ഹബീബായ റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളറിയുന്നില്ല. എന്നാ കേട്ടോ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാതിരുന്നാൽ, ശരിക്കും ശ്രദ്ധിക്കണേ, ഹദീസ് അതിന്റെ മറുഭാഗം ശരിക്കും ശ്രദ്ധിക്കും. തോന്നുമ്പോൾ നിസ്കരിക്കാൻ, നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് നിസ്കരിച്ചു. ഉറക്കിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഒരു 8 മണി സമയമായപ്പോൾ സുബഹി പിടിച്ചോ എന്നാ. ചിലരുണ്ട് ജുമായ്ക്ക് തൊട്ടു മുമ്പ് വന്നിട്ട് ഇങ്ങനെ കൈ മലർത്തി നിൽക്കാണ്. മിമ്പറിൽ ഇമാമ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പരിപാടി? കുനൂത്ത് ഓതുവാൻ ഹയവാൻ. ആ സമയത്ത് വന്നിട്ട് 12 മണിക്ക് ഒരു മടിയില്ല. എന്നാ 10 പേര് കാണുന്നുണ്ടെന്ന് ലജ്ജ. മുമ്പൊക്കെ മറയിപ്പോയി നിസ്കരിക്കും, ഇപ്പം അതൊന്നുമില്ല. ഫ്രണ്ടിൽ വന്ന് നിൽക്കാണ്. മിമ്പറിൽ നിന്ന് ഇമാമ ഖുത്ബ വന്ന് ജനങ്ങൾക്ക് കാണാൻ പോലും മേല. ഫ്രണ്ടിൽ വന്ന് നിൽക്കുക, 2 കൈ ഉയർത്തി പിടിച്ച്. ഏതാകുമ്പോൾ സുബഹിക്കരിക്കാൻ കുനൂത്ത് ഓതുക. അല്ലാഹു നമ്മളെ എന്താണ് അങ്ങനെ നിസ്കരിക്കുന്നവന്റെ അവസ്ഥ? ഇതാ കേട്ടോ ഹദീസ്. وَإِذَا صَلَّى الْعَبْدُ فِي غَيْرِ وَقْتِهَا وَإِذَا صَلَّى الْعَبْدُ فِي غَيْرِ وَقْتِهَا, നമസ്കാരം അതിന്റെ സമയത്തല്ലാതെ നീ നിർവഹിച്ചാൽ ആ നമസ്കാരം അല്ലാഹുവിന്റെ അർശിന്റെ സവിധത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുകയാണ്. തുറദ്ദുൽ മലായികതു സ്വലാതഹു, ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ മലക്കുകൾ അവന്റെ നമസ്കാരത്തെ തട്ടുകയാണ്. ആ നമസ്കാരത്തെ ഭൂമിയിലേക്ക് തിരിച്ചു വിടുകയാണ്. നീ സമയത്ത് നിസ്കരിച്ച നമസ്കാരമല്ലാതെ അള്ളാഹ്ക്ക് നിന്റെ നമസ്കാരം വേണ്ടടാ. സമയത്ത് നമസ്കരിച്ച നമസ്കാരമല്ലാതെ പെങ്ങളെ അള്ളാഹ്ക്ക് നിന്റെ നമസ്കാരം വേണ്ട. ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ തുറദ്ദുൽ മലായികതു സ്വലാതഹു, ആ നമസ്കാരത്തെ മലക്കുകൾ തട്ടുകയാണ്. അത് ഭൂമിയിലേക്ക് വരുകയാണ്. നമസ്കരിച്ചവന്റെ ഇടത് ഭാഗത്ത് വന്നുകൊണ്ട് നിലകൊള്ളുകയാണ്. യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു, ആദരമായ പ്രവാചകൻ പറയുന്നു, സഹാബ, മനുഷ്യന് ഉപയോഗിച്ച വസ്ത്രം അവൻ കഴുകാൻ വേണ്ടി റൂമിന്റെ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ, പഴയ തുണി ചുരുട്ടിയിട്ട് മാറ്റിയിടുന്നത് പോലെ അവന്റെ നമസ്കാരത്തെ ചുരുട്ടിയെറിയുകയാണ്. യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു, ഉപയോഗശൂന്യമായ പഴയ തുണികൾ ചുരുട്ടിക്കൊണ്ട് മാറ്റിയിടുന്നത് പോലെ അവന്റെ നമസ്കാരത്തെ അസാധുവാക്കിക്കൊണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ്. ആ നമസ്കാരം നമസ്കരിച്ചവന്റെ ഇടത് ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. ആകാശത്തേക്ക് കയറിയിട്ടില്ല, അർശ് കണ്ടിട്ടില്ല. ഒന്നാം ആകാശത്തേക്ക് ചെന്നപ്പോൾ തന്നെ മലക്കുകൾ തിരിച്ചയച്ചതാണ്. പഴം തുണി ചുരുട്ടിയതുപോലെ ചുരുട്ടിയെറിഞ്ഞതാണ്. ആ നമസ്കാരം വന്നുകൊണ്ട് ഫയദുഉ അലൈഹി, നമസ്കരിച്ചവന് എതിരായി ദുആ ചെയ്യുമത്രേ. നമസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ സമയത്ത് നിസ്കരിക്കാത്തവനാണ്. കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ തിരക്കുകളും കഴിഞ്ഞതിന് ശേഷം ളുഹർ നമസ്കരിച്ച് വീട്ടിയവനാണ്. അസറിന്റെ നമസ്കാരം ശ്രദ്ധിക്കാതെ പോയവനാണ്. സുബഹിയുടെ നമസ്കാരം ശ്രദ്ധിക്കാതെ പോയവളാ. തോന്നുമ്പോൾ നമസ്കാരം നിർവഹിച്ചവരാണ്. അള്ളാഹ്ക്ക് വേണ്ട അത്തരക്കാരുടെ നമസ്കാരം പടച്ച റബ്ബ് കബൂലാക്കുന്നില്ല. ആ നമസ്കാരത്തെ തട്ടുകയാണ്. പഴയ തുണി പോലെ ചുരുട്ടി എറിയപ്പെട്ടതായ നമസ്കാരം അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവന് വേണ്ടി എതിരായി ദുആ ചെയ്യുകയാണ്. ലയ്യകല്ലാഹു കമാ ലയ്യതനീ, നമസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അള്ളാഹു നിന്നെയും പാഴാക്കി കളയട്ടെ. എല്ലാവിധ ആപൽഘട്ട
ഘട്ടങ്ങളും പടച്ച റബ്ബ് നിനക്ക് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും നിനക്ക് ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമസ്കരിച്ചവനാണ്, പക്ഷെ തോന്നുമ്പോൾ നമസ്കരിച്ചവന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ടേ വേണ്ട. നിനക്കിഷ്ടമുള്ള നിസ്കരി സമയത്ത് നിസ്കരിച്ചിട്ട് എന്നാ പടച്ചവനെ നിസ്കരിച്ചിട്ടുണ്ട്, അല്ലാഹ്ക്ക് വേണ്ട. കാരണം എന്ത്? നിസ്കാരം എന്ന് പറയുന്നത് എന്താ? ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നമസ്കാരം എന്ന് പറയുന്ന മഹിതമായ അമൽ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അത് നിങ്ങൾക്കുള്ള ഐഡന്റിറ്റിയാണ്. അത് സമയബന്ധിതമാണ്, സമയനിർണിതമാണ്. സമയത്ത് നിസ്കരിക്കണം. തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പറ്റൂല. അതിന് ഓരോന്നിനും സമയമുണ്ട്. ആ സമയത്തും കാലത്തും തന്നെ നിസ്കരിക്കണം. പിന്നെ നിസ്കാരമായി പരിഗണിക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എത്ര തിരക്കുള്ളവനാണെങ്കിലും താങ്കൾ വിളിച്ചു റോഡിൽ നിസ്കരിക്കുന്നു. എത്ര ആളുകൾ? ഭൂമി മുഴുവനും ശുദ്ധിയുള്ളതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കാൻ. ശുദ്ധിയുള്ള ഫലം നോക്കി തയ്യാർ ചെയ്തിട്ട് നിസ്കാരം നിർവഹിക്കുക. പലരും കളിയാക്കിയിരിക്കും, ഓ റോഡിൽ നിസ്കരിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നിസ്കരിക്കുന്നു, ഏയ് പച്ച മഞ്ഞ പല കളർ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കും. നോക്കണ്ട. ആളുകൾ പലതും പറയും. ട്രെയിനിനകത്ത് നിസ്കരിക്കും, ഓ വേറെ ജോലിയൊന്നുമില്ല, ഇപ്പം ഒരു 3 മണിക്കൂറൂടെ കഴിഞ്ഞാൽ ആ സ്ഥലത്തെത്തുമല്ലോ, അവിടെ പോയി നിസ്കരിച്ചാൽ പോരായിരുന്നു. അതുകൊണ്ട് ഇന്ന് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിനകത്താരെ നിസ്കരിക്കുന്നവർ വളരെ കുറഞ്ഞു പോയി. എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നത്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നാൽ അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ജീവിതത്തിൽ വലിയ ഉന്നതിയും അള്ളാഹു നൽകിയിട്ടുണ്ട്, വലിയ ഉന്നതിയും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യവേ രാവിലെ ഒരു 4 മണിയായപ്പോൾ ട്രെയിനകത്ത് നല്ല ശബ്ദം. ഞാൻ സാധാരണ നമ്മൾ ആ സമയത്ത് നോക്കുമ്പോൾ സാധാരണ എന്താ, ആളുകൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാകുന്ന തിരക്കായിരിക്കും. ഇരുട്ടത്താണ്, ലൈറ്റ് പോലും ഇടാതെ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ചെറിയൊരു ടോർച്ചും കത്തിച്ച് വെച്ചിട്ടുള്ള ഒച്ചപ്പാടും ബഹളാണ്. മക്കളെ വിളിക്കുന്നു, അങ്ങനെ വിളിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഒരാൾ. അപ്പം ഞാനും അപ്പോൾ ഇറങ്ങി ഒന്ന് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നപ്പോൾ വെളിച്ചത്തിൽ കണ്ടു ജീപ്പാസിൻ്റെ വലിയ മുതലാളിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ വിളിക്കുക, എന്തിനാ? തഹജ്ജുദ് നിസ്കരിക്കാൻ. 4:30 ആയിട്ടേ ഉള്ളൂ. ഇനി അവരുടെ നാട്ടിലേക്ക് ഇനിയും സമയം എത്താനുണ്ട്. 4:30 മണിക്ക് കഴിഞ്ഞ് പിന്നെ സുബഹി നിസ്കരിച്ചതിന് ശേഷമാണ് പിന്നെ കടന്നിട്ടുള്ളത് കുട്ടികൾ. മക്കളെ വിളിച്ചുണർത്താൻ 16ഉം 17ഉം വയസ്സൊക്കെ ഉള്ളതാകുന്ന മക്കളുണ്ട് അതിൽ. അവരെല്ലാം വിളിച്ചുണർത്താൻ, എല്ലാവരും തട്ടി ഉണർത്താൻ നിസ്കരിക്കും. എല്ലാവരും നല്ല ഉറക്കത്തില് എല്ലാവരും വിളിച്ചുണർത്താൻ. ആലോചിച്ചു. നമ്മളാണെങ്കിലോ പുതപ്പ് ഇങ്ങനെ മാറിക്കിടക്കുകയാണെങ്കിൽ മോക്ക് അതും കൂടെ ഇട്ട് കൊടുത്തേക്ക്. 4:30 മണിയാകുമ്പോൾ എൻ്റെ മോൾ ഇത്ര നേരം കടന്നിട്ടില്ല, ഉറങ്ങിക്കോ എൻ്റെ പൊന്നു പാപ്പ. കാശുള്ളവരുടെ കാര്യം ഈ പറയുന്ന കേട്ടാ, കാശുള്ളവരുടെ. നമുക്ക് കാശുമില്ല, ഒന്നുമില്ല. കാശ് വാക്കണം മുസ്ലിയാരെ, ഒരു മുട്ട മന്ദിരിച്ച് തരുമോ എന്ന് ചോദിക്കാനിരിക്കുക. അങ്ങനത്തെ കൗമ. എന്നിട്ട് പോലും നമുക്ക് നിസ്കാരമില്ല. അങ്ങ് എത്തട്ടെ തിരൂരെത്തട്ടെ, കുറ്റിപ്പുറത്ത് സ്റ്റോപ്പ് എത്തട്ടെ എന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് റബ്ബെന്ത് പറ്റി? അവരുടെ ജീവിതത്തിൽ ഉയർച്ച കൊടുക്കാൻ, താഴ്ച കൊടുക്കുന്നില്ല. എത്ര ഉന്നതിയിലെത്തുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന അഹ്ലുകാർ. അള്ളാഹുരുടെയും നമ്മുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. അപ്പം അങ്ങനെയുള്ള മക്കൾ നമുക്കുണ്ടാവണം. വിളിച്ചാൽ എഴുന്നേൽക്കുന്ന മക്കളും വേണം. വിളിച്ചാണ് വാപ്പായ കാലുകൊണ്ട് കാൽപന്ത് കളിച്ചിട്ടുള്ള ശീലമാണ്, ഒരു തൊഴി കൊടുക്കുക. അപ്പം അങ്ങനെയാണല്ലോ, കളിയും തമാശയും കൂടി വരുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോ, പിശാച് നമ്മളെ പല രീതിയിലും മറപ്പിക്കും. പല രീതിയിലും പിശാച് നമ്മളെ അള്ളാഹുവിനെ തൊട്ട് മറപ്പിക്കും. അതിൽ ഒന്ന് ഒരു ഹദീസിൽ വിധങ്ങൾ പറയാൻ കേട്ടോ. قال رسول الله صلى الله عليه وسلم يعقد الشيطان على قافية أحدكم إذا هو نائم. ഉറങ്ങുന്ന സന്ദർഭത്തിൽ പിശാചവന്റെ പെരടിയിലേക്ക് കെട്ടിട്ട് കൊടുക്കുമേ. 3 കെട്ടുകളാണുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. യളരിബു അലാ കുല്ലി ഉഖദിൻ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്. ഓരോ കെട്ടിന്മേലും അവനിങ്ങനെ അടിച്ചുകൊണ്ട് പറയുമത്രേ,
നിനക്കൊരുപാട് ദീർഘമായ രാത്രിയാണ് മുന്നിലുള്ളത്. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ മനുഷ്യ, ഉറങ്ങിക്കോ സോദരാ. അല്ലേ, ഒരു മനുഷ്യൻ നല്ലോണം ഉറങ്ങുന്ന എപ്പോഴാ? 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ചു വന്നാൽ പിന്നെ നല്ല ഉറക്കമായിരിക്കും. സുബഹില്ലാതെ കിടന്ന് ഉറങ്ങും. ആ സമയത്താണ് കൂടുതൽ ഉറക്കം. 3 മണി 4 മണി സമയം വരെയാണ്. കാരണം കടത്തം തന്നെ 2 മണി 1:30 ആകുമ്പോഴാണ് ഉറങ്ങുക. അതുവരെ വാട്സാപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഒന്ന് അങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടിറങ്ങി, പിന്നെ യൂട്യൂബിൻ്റെ അടുത്തൊന്ന് പോയി, പിന്നെ തിരിച്ചൊന്ന് വന്ന് ഇങ്ങനെ കറങ്ങുകയാണ്, റോന്തി വിറ്റാണ്. പിന്നെ കുറച്ച് നേരം ഇൻസ്റ്റഗ്രാമിലിരുന്ന്, പിന്നെ കുറച്ച് നേരം ഷെയർ ചാറ്റിൽ ഇതുവരെ പോയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കും, എല്ലാ ആപ്പുകളെയും സന്തോഷിപ്പിച്ചതിന് ശേഷം ലാസ്റ്റാണ് പിന്നെ ഒന്ന് ഉറങ്ങുക. അപ്പോഴത്തേക്കും മണി 2:30 3 പിന്നെ അലാറം വെക്കുന്ന പരിപാടിയില്ല. അലാറം സ്ഥിരമായ ഒരു അലാറം വെച്ചിട്ടുണ്ട് 8 മണി, അതങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ സെറ്റിങ്സ് മാറ്റുന്നില്ല. രാവിലെ 5 മണിക്ക് വെക്കലില്ല. 4:30 ഇന്നവരെ എഴുന്നേറ്റ ചരിത്രമില്ല. പിന്നെ അങ്ങനെ നമ്മൾ റെഡിയാവും. 3 കെട്ടുകൾ പിശാചിടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉറങ്ങുന്നവൻ്റെതാകുന്ന പിരടിയിലേക്ക് അലാ ഖാഫിയത്തി റഅസി അഹദിക്കും, നിങ്ങളുടെ തലയുടെ ഓരത്ത് നിൽക്കുന്ന പിരടിയിലേക്ക് പിശാച് 3 കെട്ടിട്ട് തരും. 3 കെട്ടുകൾ. ആ 3 കെട്ടിന്മേൽ യദ്രിബു അലാ കുല്ലി ഉഖദിൻ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്. പിശാച് പറയും, ഓരോ കെട്ടിന്മേൽ ഇങ്ങനെ തട്ടിയിട്ട് പറയും, നീ ഉറങ്ങിക്കോ, നിനക്ക് ഒരുപാട് രാത്രിയുണ്ട് കേട്ടോ, ഇനിയുണ്ട്, ദീർഘമായ രാത്രിയുണ്ട്, നല്ലതുപോലെ ഉറങ്ങിക്കോ, ദുർഗം വരിച്ച് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നിന്നെ നല്ലതുപോലെ ഉറക്കാൻ പരിശ്രമിക്കുമാര് പിശാചി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൈനിസ്തൈഖള ഫദക്കറല്ലാഹ അസ്സ വജല്ല. ഉറക്കിൽ നിന്ന് സുബൈക്ക് എഴുന്നേൽക്കാനുള്ള നിയ്യത്തോടുകൂടി കടന്ന് രാവിലെ സുബൈക്ക് എഴുന്നേൽക്കുന്നതായ സഹോദരിയുണ്ടോ, സഹോദരനുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ, രാവിലെ എഴുന്നേറ്റുകൊണ്ടവന് ദിക്ർ ചൊല്ലിയാലുടനെ പിരടിയിൽ നിന്ന് 1 കെട്ട് അഴിയുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമതായി അവൻ പോയി കൃത്യമായി നല്ല വൃത്തിക്ക് ഒരു വുളൂ ചെയ്താൽ 2ാമത്തെ കെട്ടും അഴിയുന്നതാണ് നബിയുനാ റസൂലുള്ളാഹി. മുസല്ല വിരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ സഹോദരിമാര് നിലകൊണ്ടാൽ, സഹോദരങ്ങളെ നിങ്ങൾ താല്പര്യം കാണിച്ചാൽ ആ നമസ്കരിക്കുന്നതോടുകൂടി 3ാമത്തെ പിരടിയിലെ കെട്ടുകൂടി അഴിഞ്ഞു വീഴുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പിശാച് കെട്ടിയിട്ടതാകുന്ന 3 കെട്ടുകൾ ഉറക്കിലേക്ക് വീഴുമ്പോ ഓരോ മനുഷ്യന്റെയും പെരടിയിലേക്ക് 3 കെട്ടുകൾ ഉണ്ടാകുമത്രേ. ആ 3 കെട്ടുകൾ അഴിക്കാനുള്ള വിധവും റസൂലുള്ള പറയുകയാണ്. ഉറക്കിൽ എഴുന്നേറ്റാലുടനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കണേ. തീർന്നില്ല, നല്ല കൃത്യമായി വുളൂ ചെയ്യണേ, വൃത്തിയായി നിസ്കരിക്കണേ. അവിടെ നിസ്കാരം വേണം. ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഉയർച്ച ഉണ്ടാവുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവന്റെ 3 കെട്ടുകളും അഴിഞ്ഞു വീഴും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ പിശാച് മറപ്പിക്കുന്നത് അവന് രാത്രി ഉറക്കിക്കളയും. ചില ആളുകളെ ഉറക്കം അത് അള്ളാഹുവിനെ മറപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ശരിയല്ലേ? നല്ല ഉറക്കം, ഗാഢനിദ്ര. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ അലാ حزب الشيطان هم الخاسرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഒന്ന് പിശാച് അവനെ ഉറക്കിൽ മറപ്പിക്കുകയാണ്, അല്ലാഹുവിനെ മറപ്പിക്കുകയാണ്.
രണ്ടാമതായി പിശാച് മറപ്പിക്കുന്ന ഏതിലൂടെ എന്നറിയുമോ? അള്ളാഹുവിനെ കൊണ്ടുള്ള മറവി. നിസ്കരിക്കാതെ, നോമ്പുകൾ നോൽക്കാതെ, സക്കാത്തുകൾ കൊടുക്കാതെ, ഇബാദത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, ദീനിയായ ഒരു കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താതെ ജുമാ ജമാഅത്തുകളിൽ നിന്ന് ജനങ്ങളെ വിലങ്ങുതടിയാക്കുന്നത്. രണ്ടാമത്തത് കളിയാണ്, തമാശയാണ്. കളിതമാശകൾ, കാൽപന്ത് കളികൾ. അത് ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും എല്ലാം ഉൾപ്പെട്ടു. ഇപ്പോൾ ഒരു കളിയും കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ 2020. ഇപ്പം അടുത്ത കളിയിലേക്ക് എല്ലാവരും ചിന്ത പോയിക്കൊണ്ടിരിക്കുക. നാടും നഗരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഫ്ലക്സ് ബോർഡുകളെ കൊണ്ട്, വലിയ വലിയ കട്ടൗട്ടുകളെ കൊണ്ടൊക്കെ നിറഞ്ഞു. ഖുർആൻ പറഞ്ഞതാണത്. എന്ത് പറഞ്ഞു? ഇതാ കേട്ടോ. യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബു വലഹു وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോക ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാ. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇഅലമു, നിങ്ങൾ അറിയണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിന്റെ ജീവിതം, ഇഹലോക ജീവിതം എന്ന് പറയുന്നത് ലഹുൻ വലഅബ്, ഇത് കേവലം ഒരു കളിയും തമാശയുമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ദുനിയവിയായ ജീവിതം എന്ന് പറയുന്നത് കളിതമാശകൾ നിറഞ്ഞ ജീവിതമാണ്. അള്ളാഹു പറയാൻ എന്താണ് ദുനിയാവ്, ശരിക്കും പഠിക്കണം. ഇവിടെ അള്ളാഹുവിനെ മറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതകൾ ഉണ്ടാവും. കാൽപന്ത് കളികളുടെ പിറകെ ഓടുന്ന ആളുകളുണ്ടാവും. ക്രിക്കറ്റിൻ്റെതാകുന്ന താരരാജാക്കന്മാരുടെ പിറകെ ഓടുന്നവരുണ്ടാകും. സിനിമാ നടീ നടന്മാരുടെ പിറകെ അവർ ചെയ്ത ഫേഷ്യലുകളും അവർ അനുഷ്ഠിച്ചതാകുന്ന പ്രവർത്തനങ്ങളും അവരുടേതാകുന്ന ശരീരഘടനകളും കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവരുണ്ടാകും. അന്നദ്ദുന്യാ ലഅബുൻ വലഹുവൻ. ചെറിയ കുട്ടികൾക്ക് അത് ദുന്യാവെന്ന് പറയുന്നത് കളിയും തമാശയും തന്നെയാണ്. അല്ലാഹു പറയാൻ, ചെറുപ്പക്കാരായ ആളുകൾ, യുവാക്കൾ, യുവതികൾ, അവർക്ക് ഈ ദുനിയാവ് കളിതമാശയാണ്. കുറച്ചുകൂടി പ്രായമെത്തി കഴിയുമ്പോഴോ ഖുർആൻ പറയാൻ, ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ സഹോദരിമാർക്ക്, പ്രായം ചെന്നതായ സഹോദരിമാർക്ക്, യുവതികൾക്ക്, പ്രായമുള്ളതാകുന്ന ഉമ്മമാർക്ക് അവർക്കൊരു സൗന്ദര്യ പ്രകടനത്തിന് ലോകമാണ്. മണിക്കൂറുകളാണ് അവര് ലൈറ്റിന്റെ മുന്നിൽ നിലകൊള്ളുന്നത്. കണ്ണാടിക്ക് മുന്നിലൊക്കെ എത്ര നേരെയാണ് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. പ്രൗഢി കാണിക്കുകയാണ്. 1.5 ലക്ഷം രൂപയുടെ വരെ ഫേഷ്യൽ നടത്തിയിട്ട് കല്യാണ മാമാങ്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഹോദരിമാരുള്ള കാലഘട്ടം. 1.5 ലക്ഷം രൂപ. മനസ്സിലാക്കണം, എവിടെയാണ് ലോകം എത്തിപ്പെടുന്നത്. അതിനൊന്നും സമ്പത്തൊരു വിഷയമല്ല, ആരും ചോദിക്കുന്നുമില്ല. 1.5 ലക്ഷം രൂപയുടേതാകുന്ന ഫേഷ്യൽ നടത്തുന്ന ആളുകൾ, അതൊക്കെ ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്. എവിടെയാണ് സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത്? ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി മുഴക്കാണ്. ഈ ചെറിയൊരു മുഖകമലം അത് നന്നാക്കുന്നതിന് വേണ്ടി, മിനുക്കുന്നതിന് വേണ്ടി മുഖത്ത് മാത്രം ഇടുന്ന ഫേഷ്യലിന്റെ കാര്യമാണ് ഈ പറയുന്നത്. 1-2 ലക്ഷം രൂപ, അതും കുറഞ്ഞ മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമായിട്ട് കളഞ്ഞു പൊടിക്കാൻ. ഫേഷ്യൽ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള കൂലി, ആ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുന്ന കൂലി, അതിൻ്റെ സാധന സാമഗ്രികൾ കൊടുക്കുന്ന വില എത്രയോ വലുതാണ്. അപ്പൊ ഒരു സീനത്താണ്. ദുനിയാവ് വലിയതാകുന്ന
ഒരു സീനത്തായിട്ട് സൗന്ദര്യ പ്രകടനമായിട്ട് മനസ്സിലാക്കുകയാണ് ചില സഹോദരിമാർ. സീനത്തുല്ലിൻ നിസ്വ, സ്ത്രീകൾക്ക് ഇവിടെ വലിയ സൗന്ദര്യം മറ്റുള്ളവർ പ്രകടിപ്പിക്കലാണ് ഈ ദുന്യാവ്. അവരതിനു വേണ്ടി നിലകൊള്ളും. ഖുർആൻ പറയാണ്, അള്ളാഹ്ക്ക് നേരത്തെ അറിയാമല്ലോ അള്ളാഹുവിലെ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് പറയാൻ വതഫാഖുറും ബൈനകും, നിങ്ങൾക്കിടയിൽ അന്തസ് നടിക്കലാണ് ദുന്യാവ്. കൂറ്റം കൂറ്റം ഫ്ലക്സ് ബോർഡുകളും വലിയ വലിയതാകുന്ന കട്ടൗട്ടുകൾ വെച്ചുകൊണ്ട് അത് കരയിലും കടലിലും കൊണ്ടുപോയി വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഇതിന്റെ വക്താക്കൾ എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാനാണ് വതഫാഖുറും ബൈനകും. ജനങ്ങൾ അവർക്കിടയിൽ തന്നെ അന്തസ് നടിക്കുന്നതായ കാലഘട്ടമാണ്. ഞങ്ങളുടെ കട്ടൗട്ടാണ് വലുത്, ഞങ്ങളുടെ രാജാവാണ് വലുത്. ഓരോരുത്തരും അന്തസ് നടിക്കാൻ ഞങ്ങളുടെയാണ് വലുത്, ഞങ്ങളുടെയാണ് വലുത്. ഇത്ര മീറ്റർ പൊക്കമുണ്ട്, ഇത്രയുണ്ട്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിനും സന്താനത്തിനും ആധിക്യമുള്ളത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വലിയതാകുന്ന അന്തസ് നടിക്കുന്നതായ കാലഘട്ടമാണ് ദുന്യാവ്. എത്രയോ രക്ഷിതാക്കൾ സ്വന്തം മക്കളുടെ സമ്പത്തിനെ കുറിച്ച്, അതിന്റെ ആധിക്യത്തെ കുറിച്ച് ഗരിമ പറയുന്നില്ലേ? എന്റെ മകന് ഉന്നതമായ സമ്പത്താണ്, അവന് വലിയ വാഹനമുണ്ട്, വലിയ വീടുണ്ട്, വലിയ സൗകര്യങ്ങളുണ്ട്, എല്ലാം പറഞ്ഞുകൊണ്ട് അന്തസ് നടിക്കുകയാണ്, അന്തസ് വെക്കുകയാണ്. എന്റെ മകളെ ഞാൻ അയച്ചിട്ടുള്ളത് ഇന്നവന്റെ അടുക്കലേക്കാണ്. മരുമകൻ വലിയ ദുബായിൽ കമ്പനി നടത്തുന്ന വ്യക്തിയാണ്, അവൻ വലിയ സമ്പന്നനാണ്. അല്ലേ? എത്ര ആളുകൾ മാനുസാദ് അവർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ദുആ ഉണ്ടാവും. ഞാൻ വേഗം നിർത്തി, ഇനി അധികം നീട്ടൂല. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കി. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് തബറുക്കിന്റെ ഭക്ഷണമുണ്ട്. ഉസ്താദിന്റെ ദുആഇന് ശേഷം അത് വിതരണം ചെയ്യും. അത് വാങ്ങിയിട്ട് എല്ലാവരും പോകാവുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അതെന്തായാലും വാങ്ങിയിട്ട് നമ്മൾ പോവുള്ളൂ. അല്ലെ നിങ്ങളെന്താ അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ അതാണ് അന്തസ് നടിക്കുന്ന ആളുകൾ. ദുനിയാവെന്ന് പറയുന്നത് ഇതാണ്. ദുനിയാവെന്ന് പറയുന്നത് കളിതമാശയാണ്. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ വലിയതാകുന്ന സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കി അന്തസ് നടിക്കുന്ന ആളുകൾ, അത് ദുനിയാവിൻ്റെതാകുന്ന പ്രവണതയാണ്. അള്ളാഹുവിനെ മറപ്പിച്ച് കളിയും ഈ കളിയും തമാശയും ഒക്കെ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. ഒരൊറ്റ ജമാഅത്ത് പോലും ഇല്ലാതെ 24 മണിക്കൂറും കളിയും തമാശയുമായി, കാൽപന്ത് കളിയുമായി നിലകൊള്ളുന്നവരെ, ഫുട്ബോൾ ടൂർണമെന്റുകളും അത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയും ജീവിതം പരിപൂർണമായി ഒഴിഞ്ഞു വെച്ചവരെ, ബാങ്ക് വിളിക്കുമ്പോൾ പോലും ഒരു കളി പോലും മാറ്റിവെക്കാതെ ടറഫുകളിൽ പോയി ആയിരങ്ങൾ കൊടുത്തുകൊണ്ട് കളി നടത്തുന്നവരെ, ഈ വാല് പറയുന്ന ഇതേ രാത്രിയിൽ പോലും എത്രയോ ടറഫുകളിൽ മലബാറിൻ്റെതാകുന്ന മക്കൾ മഗ്രിബിന്റെ ബാങ്ക് കൊടുത്തിട്ട് പോലും കളികൾ നിർത്തുന്നില്ല. ഒരൊറ്റ ജമാഅത്ത് പോലും ശ്രദ്ധിക്കുന്നില്ല. രാത്രിയുടെ സമയങ്ങളിൽ മുൻഗാമികൾ പടച്ചറപ്പിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ ആലിമീങ്ങൾ ഉണ്ടായതായ കാലഘട്ടമാ. അവിടെയല്ലേ അത്തിപ്പത്തെ ഉസ്താദിന്റെ മഹത്വം നമ്മളെടുത്ത് പറയുന്നത്. രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുന്നതായ ഇമ്മത്തുകളാ.
സ്വഹാബികളാ നമുക്ക് മുമ്പിൽ മാതൃക തീർത്തത് എങ്കിൽ അവരുടെ അനുഗാമികളാകുന്ന പിൻഗാമികളായ നമ്മൾ അവരെ അനുഗമിച്ചുകൊണ്ട് ജീവിതത്തിൽ രാത്രിയിൽ അമൽ ചെയ്യേണ്ടതിന് പകരം രാത്രി ഉറക്കമൊഴിക്കുകയാണ്. എന്തിന്റെ പേരിലുള്ള ഉറക്കമൊഴിപ്പാണ്? പന്ത് കളിയാണ്, ക്രിക്കറ്റ് കളിയാണ്. ടർഫുകൾ നേരം വെളുക്കുന്നവരെ കളിച്ചിട്ട് അവസാനം സുബഹിയില്ലാതെ കടന്നു ഉറങ്ങുന്നതായ മക്കളെ, ഉലൈക ഹിസ്ബു ശൈത്താൻ. അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കളികൾ അത് തീർച്ചയായും പിശാചിൻ്റെതാകുന്ന പാർട്ടിയാണ്, പിശാചിൻ്റെതായ പ്രവണതയാണ്. അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. ദുനിയാവിൽ കളിതമാശകൾക്ക് വേണ്ടി മാത്രമായി ജീവിതം മാറ്റിവെക്കുന്നവർ അവർ തീർച്ചയായും പഠിച്ചു വെക്കണേ. അവർ പിശാചിന്റെ വക്താക്കളാണ്, അവർ ഏറ്റവും വലിയ പരാജിതരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞതാണ്, കളികളും തമാശകളും ആധിക്യമാകരുതേ മുസ്ലിമേ, ഒരിക്കലും അമിതമാകാൻ പാടില്ല. കളിയും തമാശ ഇല്ല എന്നല്ല, ആവശ്യത്തിന് അല്പസ്വല്പമൊക്കെ കളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുമായി ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട് തന്റെ വീട്ടുമുറ്റത്ത്. മറ്റാളുടെ മുന്നിൽ ജനങ്ങളെ വിളിച്ച് കാണിച്ചു കൂട്ടിയിട്ടല്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഓട്ടമത്സരം നടത്തുന്നു. മുത്തുനബി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുമാണ് ഓട്ടമത്സരം നടത്തുന്നത്. അന്ന് മുത്തുനബി ജയിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്കന്ന് അല്പം തടിയുണ്ടായിരുന്നു. തടിച്ചായിരുന്നു. ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഒരു കടം വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം. അങ്ങനെ പിന്നീട് മത്സരം കനത്തു. പിന്നീട് ഇവർ ഇതേ തന്നെ വീട്ടുവളപ്പിൽ തന്നെ വീണ്ടും ഓടുകയാണ്. നോക്കണം നിങ്ങൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബജീവിതം മനോഹരമാക്കാൻ ഇതിനും സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. എല്ലാ പണിയും ചെയ്തിരുന്നു. കാന യഹ്ലിബു ഷാത്തഹു, തൻ്റെ വീട്ടിൽ വന്നാൽ ആടിനെ കറക്കുമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി. വയർകഉ സൗബഹു, തൻ്റെതാകുന്ന വസ്ത്രം നെയ്യുമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി. വസ്ത്രത്തിലെ കേടുപാടുകൾ തീർക്കും. ചെരുപ്പ് പ്രവാചകർ നൂല് കൊണ്ട് നോക്കും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊക്കെ സമയം കണ്ടെത്തിയിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഓട്ടമത്സരം നടത്തിയപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജയിച്ചു. ആയിഷ ബീവിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യത്തേൽ തോറ്റിട്ടുണ്ട്, രണ്ടാമത്തേൽ ജയിച്ചു. നബി തങ്ങളപ്പോൾ പുഞ്ചിരിച്ചു. ഞാൻ നേരത്തെ കടം വീട്ടിയെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയും ചെയ്തു. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ളതാകുന്ന അത്തരത്തിലുള്ള അല്പസ്വല്പം കളികൾ, തമാശകൾ, അതൊക്കെ പറ്റും. ഇസ്ലാം അങ്ങനെ ഒരു കുടുസായ മതമല്ലല്ലോ. അവനവൻ്റെ ഔറത്ത് വെളിവാക്കാത്ത രീതിക്കുള്ളതാകുന്ന കളികൾ വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഓട്ടമത്സരം നടത്തി നിങ്ങൾ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മക്കൾ അബ്ദുള്ളയോടും ഉബൈദുള്ളയോടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലം കാണിച്ചിട്ട് പറയുന്നത്, അവിടെ നിന്ന് ഇവിടം വരെ ഓടി വരണം. എൻ്റെ നബി തങ്ങൾ ഇങ്ങനെ രണ്ടുപേരെ കൈക്ക് പിടിച്ച് കൈ ഇങ്ങനെ വാരി നിൽക്കാൻ മാടി നിൽക്കുന്നു. കുട്ടികൾ അബ്ദുള്ളയും ഉബൈദുള്ളയും ഓടി വരികയാണ്. ഓടി വരുമ്പോൾ കിതച്ച് വീഴുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. നബി തങ്ങൾ പുഞ്ചിരിച്ച് ആ മക്കളെ അണച്ച് വരുന്ന മക്കളെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്ത് സമ്മാനം നൽകുന്നു ഹബീബ് റസൂലുള്ളാഹി. നല്ലതാണ്. കാരണം ഇന്ന് റൂമിൻ്റെ അകത്തളങ്ങൾ 65 കഴിച്ച് കുഴിമന്തിയും കിഴിപൊറോട്ടയും വെച്ച് മക്കളൊക്കെ പിത്തം പിടിച്ച് ശരീരമൊക്കെ മോശമായി പോകുന്ന മക്കളെ അല്പസ്വല്പമൊക്കെ ഒന്ന് ഓടിക്കണം. അല്ലാതെ തടി ഭയങ്കര കൂടുതലല്ല. 165 ഉണ്ട്. ഉസ്താദ് ഒരു കോഴിമുട്ട മന്ത്രിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ ഈ മന്ത്രിച്ച കോഴിമുട്ടയും കൂടെ അവൻ പുഴുങ്ങി തിന്നും. അവന് വീണ്ടും തടി കൂടുന്നല്ലാതെ വേറെന്താ കാര്യം? അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ? അവനെ അല്പസ്വല്പമൊക്കെ ഒന്ന് അനക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിക്കണം, ഒന്ന് ഗ്രൗണ്ടിൽ കൂടെ ഒരു 10 റൗണ്ടൊക്കെ ഓടിക്കണം എന്ന് പറഞ്ഞ് കളി തന്നെ കളി. അത് പറ്റൂല, അത് നമ്മൾ അംഗീകരിക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഫുള്ള് കളി. മഗ്‌രിബിന് ബാങ്ക് വിളിക്കുമ്പോഴും ഇവനോട് തറഫിലുണ്ട്, ഇശായ്ക്ക് ബാങ്ക് വിളിക്കുമ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, സുബൈക്ക് ബാങ്ക് വിളിച്ചിട്ടേ പിരിയുള്ളൂ, എന്നിട്ട് ജമാഅത്തും ഇല്ല നിസ്കാരവും ഇല്ല. അത് പറ്റൂല. അതാണ് ഞാൻ പറഞ്ഞത്. 24 മണിക്കൂറും കളി, അത് പറ്റൂല. അല്ല, അത് ഞങ്ങൾക്ക് പറ്റണോ ഉസ്താദെ? ഞങ്ങൾക്ക് പറ്റണം. അത് ദീനിപ്പെട്ടതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് ദീനിപ്പെട്ടതല്ല. അവനാരാണ്? അള്ളാഹുവിനെ മറന്ന് പ്രവർത്തിക്കുന്നവനാരാണ്? മറന്ന് പ്രവർത്തിക്കാനാണ്. അവൻ പിശാചിന്റെ വക്താവാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തിനാണ് ഈ ലോകത്തേക്ക് നിന്നെ കൊണ്ടുവന്നത്? പടച്ച റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ആ പ്രവണത കടന്നു വരുന്നില്ല. ഒരൊറ്റ ജുമയില്ല, ജമാഅത്തില്ല, എല്ലാം മുടക്കിക്കൊണ്ട് സദാസമയവും കളി കളി കളി. അത് പറ്റൂല. അത് മുസ്ലിമിന് ചേർന്നതല്ല. മുസ്ലിമിന് ചേർന്നതല്ല. അതാണ് പറഞ്ഞത്.
അള്ളാഹു നമ്മളെ കാത്തിൽ സംരക്ഷിക്കട്ടെ. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കണേ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ, ഭയം വേണേ. ഈ ദുനിയാവല്ല ജീവിതം, യഥാർത്ഥ ജീവിതം തുടങ്ങാൻ പോകുന്നേയുള്ളൂ. എത്ര ചെറുപ്പക്കാരാണ് മരണത്തിന് വഴിമാറി പോകുന്നത്. അടുത്ത സെക്കൻഡിൽ മരിക്കുന്നവനാണെന്നുള്ള ചിന്ത നമുക്ക് വേണേ. ഖബറിതാ മാടി വിളിക്കുന്നു എന്ന ചിന്ത നിന്റെ മനോമുഖരത്തിലേക്ക് ഉണ്ടാവട്ടെ. നേരം വെളുക്കുമ്പോൾ ഞാൻ ഈ ദുനിയാവിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്ത വിധമാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയണേ. നാളെയുടെ ലോകത്തേക്ക് വേണ്ടി, പരലോക ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്തടാ, എന്ത് ചെയ്തടി എന്ന് ആഖിറത്തിലേക്ക് വെച്ചുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കണേ. അതുകൊണ്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ, ജീവിക്കണേ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ സദാസമയവും കളിച്ച് ചതിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിലകൊള്ളുന്നതായ ആളുകളില്ലേ, അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുതേ, ഉൾപ്പെടരുതേ. സദാസമയവും കളി തമാശയിൽ ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളാണ് അവർ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടരുതേ. ഫഅൻസാഹും അൻഫുസഹും, അവരുടെ സ്വന്തത്തെ അല്ലാഹു മറപ്പിക്കുകയാണ്, മറപ്പിക്കുകയാണ്. തീർച്ചയായും അവർ ഖബറിൽ വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ്, മഹ്ശറിൽ വല്ലാതെ വിറങ്ങലിക്കുന്നവരാ. നരകത്തിൽ തീർച്ചയായും പ്രവേശനം ലഭിക്കുന്നതായ വിഭാഗമാണ്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കളിതമാശകളുടെ പിറകെ രാപ്പകലുകൾ ഭേദമന്യേ യാത്ര ചെയ്യുന്നവരെ, മുൻഗാമികൾ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്തും ടറഫിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചും ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ, അതിനുവേണ്ടി ലക്ഷങ്ങൾ ടൂർണമെന്റിന് കൊടുക്കാൻ തയ്യാറാകുന്ന പ്രവാസികളെ, നാട്ടിലുള്ള ചെറുപ്പക്കാരെ, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 5000 രൂപ ചോദിക്കുമ്പോൾ മടിച്ചുകൊണ്ട് പിറകോട്ട് നിൽക്കുകയും, എന്നാൽ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾക്ക് വേണ്ടി ലക്ഷങ്ങളെ ചെലവഴിച്ചുകൊണ്ട് എന്റെ പേരെന്ന ഗ്രൗണ്ടിൽ അനൗൺസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായ മുസ്ലിമേ, മുസ്ലിമത്തെ, ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അത്തരത്തിലുള്ളവർ പടച്ചറബിനെ മറന്നുകൊണ്ടാണ് പ്രവണത നടത്തുന്നത്. അവർ തീർച്ചയായും തമ്മാടികളാണ്, അവർ ഫാസിഖാണ്, കപട വിശ്വാസികളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ലാ യസ്തവീ അസ്ഹാബുൻ നാർ വഅസ്ഹാബുൽ ജന്ന,
അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലാണെന്ന് പറയുന്നതിന് പകരം എടുത്തു പറയുകയാണ് ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നതായ സാലിഹീങ്ങൾ സ്വർഗത്തിൽ കടക്കുകയാണ്, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ നരകത്തിലാണ്. പടച്ചിറപ്പിനെ മറന്നുകൊണ്ട് തൽകൽമാശകൾ ഏർപ്പെടുന്ന ആളുകൾ നരകത്തിൽ കടക്കുന്നവനും സ്വർഗത്തിൽ കടക്കുന്നവനും ഒരിക്കലും സമമല്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. 5 വഖത്ത് നമസ്കാരങ്ങൾ ജുമാ ജമാഅത്തുകൾ ശ്രദ്ധിക്കുന്ന പുരുഷന്മാരുണ്ടോ? അവല് വഖത്തിൽ നമസ്കരിക്കുന്നതായ സഹോദരിമാരുണ്ടോ? ഒരു വഖത്ത് പോലും ഖളാക്കാതെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നതായ ഉമ്മമാരുണ്ടോ? ചെറുപ്പക്കാരുണ്ടോ? സഹോദരിമാരുണ്ടോ? കളിച്ചുകൊണ്ടിരിക്കുമ്പോ ബാങ്ക് വിളിക്കുമ്പോ അതിന് ഉത്തരം നൽകാൻ തയ്യാറായിട്ടുണ്ടോ? അവർ തീർച്ചയായും വിജയിക്കുമേ, അവർക്ക് സ്വർഗമാണെന്ന് വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ.